2017 ഒരു ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ പ്ലാറ്റ്ഫോമായിട്ടാണ് ഗ്രോ അവതരിപ്പിച്ചത്. പിന്നീട് ഓരോരോ ഫീച്ചേഴ്സ് ആയിട്ട് കൊണ്ടുവന്നു. 2020 തുടക്കത്തിൽ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ കൊണ്ടുവന്നു. പിന്നാലെ ഡിജിറ്റൽ ഗോൾഡ്, ETF, ഇൻട്രാഡേ, IPO എന്നിങ്ങനെയുള്ള ഫീച്ചറുകൾ ഗ്രോ ആപ്പിൽ കൊണ്ടുവന്നു. ഇന്നിപ്പോൾ 40 മില്യണിലധികം കസ്റ്റമേഴ്സ് ആണ് ഗ്രോ പ്ലാറ്റ്ഫോമിനുള്ളത്. ഗ്രോ പ്ലാറ്റ്ഫോമിന്റെ ആ ഒരു സിംപ്ലിസിറ്റിയാണ് കൂടുതൽ ആളുകളെയും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ആകർഷിച്ചത്. ഏതൊരു സാധാരണക്കാരനും യൂസ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിലാണ് അതിന് ഇന്റർഫേസും കാര്യങ്ങളൊക്കെ അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് വേഗത്തിൽ തന്നെ ഇത്രയും യൂസേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിച്ചത്. ഇപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഫൈനാൻഷ്യൽ പ്ലാറ്റ്ഫോമായിട്ടാണ് അവർ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം പറഞ്ഞതുപോലെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമായിട്ട് വന്നു. അതിനുശേഷം സ്റ്റോക്ക് റിലേറ്റഡ് ഓപ്ഷൻസ് ഒക്കെ അവതരിപ്പിച്ചു. അതിനുശേഷം ഇപ്പോൾ നിലവിൽ അവർ ഗ്രോ പേ എന്ന് പറഞ്ഞൊരു സെക്ഷൻ കൂടി അവതരിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ഗ്രോ പേ സെക്ഷൻ വഴി സാധാരണ UPI ആപ്പുകളൊക്കെ ഉപയോഗിക്കുന്നത് പോലെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത് നമുക്ക് UPI പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. QR കോഡ് സ്കാൻ ചെയ്ത് മറിച്ചിന് UPI പേയ്മെന്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കൊരു കോൺടാക്റ്റിന് നമുക്ക് പണം അയക്കാനായിട്ട് സാധിക്കും. അത് കൂടാതെ നമുക്ക് റീചാർജ് ആൻഡ് ബിൽ പേയ്മെന്റ് ചെയ്യാനുള്ള സൗകര്യവും ഇപ്പോൾ ഈ ഒരു ഗ്രോ പേ എന്ന് പറയുന്ന സെക്ഷൻ നൽകുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമുക്ക് UPI പേയ്മെന്റ് ചെയ്യാനും ബിൽ പേയ്മെന്റ് ചെയ്യാനൊക്കെ ഗൂഗിൾ പേ, PhonePe, Paytm അങ്ങനെ കുറേയധികം പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഗ്രോ പേ എന്ന് പറഞ്ഞൊരു സെക്ഷൻ അവർ ഇപ്പോൾ കൊണ്ടുവന്നത്? അതിനൊരു റീസൺ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു റീസൺ ആദ്യം പറഞ്ഞതുപോലെ ഗ്രോ ആപ്പിനെ അവരൊരു കംപ്ലീറ്റ് ഫൈനാൻഷ്യൽ പ്ലാറ്റ്ഫോമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സോ മറ്റൊരു ആപ്പ് ഉപയോഗിക്കുന്നതിന് പകരം ഗ്രോയുടെ കസ്റ്റമേഴ്സിന് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് തന്നെ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു ഉദ്ദേശം ഡേ ടു ഡേ ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടും. നോർമൽ കേസിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും ആ ഒരു പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. അതിന് പകരം അതിനകത്ത് ഇപ്പോൾ ഈ ഒരു പേയ്മെന്റ് ഓപ്ഷനൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഡേ ടു ഡേ കൂടുതലായിട്ട് ആളുകൾ ഈ ഒരു ഗ്രോ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. സോ ഇങ്ങനെ പേയ്മെന്റ് ഓപ്ഷൻ നൽകി കൂടാതെ അതിനൊപ്പം നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നൽകി കഴിഞ്ഞാൽ ഡെയിലി ആക്റ്റീവ് യൂസേഴ്സിനെ എണ്ണം വർദ്ധിപ്പിക്കുവാനും പയ്യെ അവർക്ക് അവരുടെ മറ്റ് പ്രൊഡക്റ്റുകൾ ഈ ഒരു പ്ലാറ്റ്ഫോം വഴി തന്നെ സെല്ല് ചെയ്യാനും സാധിക്കും. സോ ഇതൊക്കെയാണ് ഇപ്പോൾ ഗ്രോ പേ കൊണ്ടുവന്നതിലൂടെ അവർ ലക്ഷ്യമിടുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഗ്രോ പേ സെക്ഷൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഈ ഒരു ഗ്രോ പേയിൽ ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ളത്, അതുപോലെ തന്നെ എന്തെങ്കിലും ഓഫേഴ്സ് ഒക്കെ ഉണ്ടോ എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് ജസ്റ്റ് ഒരു റിവ്യൂ വീഡിയോ മാത്രമാണ്, അല്ലാതെ ഒരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ലെങ്കിൽ ഒരു പെയ്ഡ് വീഡിയോ ഒന്നും തന്നെയല്ല. ഞാൻ ജസ്റ്റ് ഇൻഫർമേഷണൽ പർപ്പസിന് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണ്. സോ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നവർ സ്വന്തം റിസ്കിൽ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഗ്രോ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അക്കൗണ്ട് എനിക്കുണ്ട് ഗ്രോ ആപ്പിൽ. ഞാൻ അപ്പോൾ എന്തായാലും ഗ്രോ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഗ്രോ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ഇൻ്റർഫേസ് ഇതാണ്. ഡീഫോൾട്ടായിട്ട് അവരുടെ സ്റ്റോക്കിൻ്റെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. മുകളിൽ സ്റ്റോക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ, പിന്നെ ഇൻഡീസസ്, പിന്നെ അതിന് താഴെയായിട്ട് എക്സ്പ്ലോർ, ഹോൾഡിങ്സ്, പിന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോക്സ്. അപ്പോൾ അങ്ങനെ സ്റ്റോക്സ് റിലേറ്റഡ് ഇൻഫർമേഷനാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രധാന ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രോ പേ ആണ്. അപ്പോൾ ഗ്രോ പേയ്ക്കായിട്ട് താഴെ പേ എന്ന് പറഞ്ഞൊരു കാറ്റഗറി കാണുവാനായിട്ട് സാധിക്കും. അവിടെയാണ് ഗ്രോ പേ വരുന്നത്. ഗ്രോ പേയിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്കാൻ എനി QR കോഡാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു QR കോഡ് സ്കാൻ ചെയ്ത് പേ ചെയ്യാം. അതുപോലെ തന്നെ ഗാലറിയിൽ QR കോഡ് ഉണ്ടെങ്കിൽ അത് പിക്ക് ചെയ്തും പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ പേ മൊബൈൽ നമ്പറാണ്. അതായത് നമ്മൾ GPayയിലും അതുപോലെ തന്നെ PhonePeയിലൊക്കെ പേയ്മെൻറ്റ് ചെയ്യുന്നത് പോലെ നമുക്കൊരു മൊബൈൽ നമ്പറിലേക്ക് UPI ലിങ്ക്ഡ് മൊബൈൽ നമ്പറിലേക്ക് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്റ്റിൽ നിന്ന് നമുക്ക് മൊബൈൽ നമ്പർ സെലക്ട് ചെയ്ത് നമുക്ക് UPI പേയ്മെൻറ്റ് ചെയ്യാം. മൂന്നാമത്തെ ഓപ്ഷനാണ് ചെക്ക് ബാലൻസ്. നമ്മൾ UPI വഴി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ബാലൻസ് അറിയാം. അതാണ് ഈ ഒരു ചെക്ക് ബാലൻസ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ട് ഇവിടെ വരും. അക്കൗണ്ട് സെലക്ട് ചെയ്ത് നമ്മളുടെ UPI പിൻ എൻ്റർ ചെയ്ത് നമുക്ക് ബാലൻസ് ചെക്ക് ചെയ്യാം. പിന്നെ ഇപ്പോൾ അതിന് താഴെയായിട്ട് കിടക്കുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടെങ്കിൽ ഓഫേഴ്സാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 50 രൂപ ക്യാഷ് ബാക്ക് വരുന്നുണ്ട്. ഒരു ക്രെഡിറ്റ് കാർഡ് ബില്ല് അടച്ചു കഴിഞ്ഞാൽ മിനിമം 1000 രൂപയുടെ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു 50 രൂപ ഫ്ലാറ്റ് ക്യാഷ് ബാക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് താഴെയായിട്ട് സെറ്റപ്പ് ഗ്രോ UPI ഇൻ 1 ക്ലിക്ക് എന്ന് പറഞ്ഞ് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. സിം സെലക്ട് ചെയ്യുക, ബാങ്ക് അക്കൗണ്ട് ഫെച്ച് ചെയ്യുക. ഓൾറെഡി നമ്മൾ UPI പിൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. അല്ലെങ്കിൽ UPI പിൻ നമ്മൾ സെറ്റ് ചെയ്യുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി നമ്മൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇവരുടെ UPI സർവീസ് പാർട്ണർ വരുന്നത് യെസ് ബാങ്ക് ആണ്. അപ്പോൾ ഇവരുടെ UPI ഹാൻഡിൽ വരുന്നത് @SG എന്നാണ്. ഗ്രോയുടെ G ആയിരിക്കും. അപ്പോൾ നമ്മളുടെ മൊബൈൽ നമ്പർ @SG എന്നാണ് UPI ID വരുന്നത്. പിന്നെ താഴെയായിട്ട് നമുക്ക് ആഡ് ബിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുവാനായിട്ട് സാധിക്കും. അതിനകത്ത് നമുക്ക് ക്യാഷ് ബാക്ക് ഇപ്പോൾ നിലവിൽ ഇവർ ഓഫർ ചെയ്യുന്നുണ്ട് ബിൽ പേയ്മെൻറ്റിന്. അപ്പോൾ ആഡ് ബിൽ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേയധികം ബിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ വരും. അത് നമുക്ക് പിന്നാലെ നോക്കാം. പിന്നെ ഇവിടെ നമുക്കൊരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ക്യാഷ് ബാക്ക്
വാലറ്റ് എന്ന് പറയുന്നത്. ഇവിടേക്കായിരിക്കും നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് വരുന്നത്. ഈ ക്യാഷ് ബാക്ക് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് അത് ഉപയോഗിച്ച് സ്റ്റോക്കിൽ മ്യൂച്വൽ ഫണ്ടിലോ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ക്യാഷ് ബാക്ക് ഉപയോഗിച്ച് നമുക്ക് ബിൽ പേയ്മെൻറ്റ് ഇല്ലെങ്കിൽ റീചാർജ് ചെയ്യാം ഈ ഒരു ഗ്രോ ആപ്പിനുള്ളിൽ നിന്ന് തന്നെ. അപ്പോൾ ആ ഒരു ആവശ്യത്തിനായിട്ട് മാത്രമേ നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് യൂസ് ചെയ്യാനായി സാധിക്കൂ. ഇപ്പോൾ നിലവിൽ ബിൽ പേയ്മെൻറ്റ് അതുപോലെ തന്നെ റീചാർജ് എന്നിവയ്ക്കാണ് ഗ്രോ പ്ലാറ്റ്ഫോമിൽ ക്യാഷ് ബാക്ക് ഓഫർ ചെയ്യുന്നത്. പിന്നെ അതിന് താഴെയായിട്ട് ബിൽസ് ആൻഡ് റീചാർജസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി കാണാം. അവിടെ നമുക്ക് പലതരം ബിൽ പേയ്മെൻറ്റിനുള്ള ഓപ്ഷനാണ് വരുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് ഒരു ബില്ല് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾക്കിപ്പോൾ KCB ബില്ല് അടക്കണം. അപ്പോൾ അത് പെട്ടെന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് KCB എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ KCBയുടെ ബിൽ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ സെർച്ച് ബാർ ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ ബില്ലറിനെ കണ്ടെത്താം. ഇല്ലെങ്കിൽ അതിന് താഴെയായിട്ട് നമുക്ക് കാറ്റഗറി ആയിട്ട് ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റീചാർജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റാഗ് റീചാർജ് ചെയ്യാം. പിന്നെ മൊബൈൽ പോസ്റ്റ് പെയ്ഡ് ബില്ലടക്കാം. പിന്നെ എസെൻഷ്യൽ എന്ന് പറയുന്ന കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ ഇലക്ട്രിസിറ്റി ആണ്. നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ലടക്കാം. ബില്ലേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ KCB ഉണ്ട്. പിന്നെ കൺദേവൻ ഹിൽസ് പ്ലാന്റേഷൻസ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്, തൃശ്ശൂർ കോർപ്പറേഷൻ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്, അത്രയാണ് കേരളത്തിൽ നിന്നുള്ളത്. പിന്നെ അരുണാചൽ പ്രദേശ്, ആസാം, ബീഹാർ, അങ്ങനെ പല സ്റ്റേറ്റിൽ നിന്നുള്ള ബില്ലേഴ്സാണ് വരുന്നത് ഇലക്ട്രിസിറ്റിയുടെ. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് നമുക്ക് ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഗ്യാസ് സിലിണ്ടർ ഇപ്പോൾ നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് HP-യുടെ ഗ്യാസ് ബുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഭാരത് ഗ്യാസ് ബുക്ക് ചെയ്യാം. പിന്നെ ഇന്ത്യൻ ഓയിലിൻ്റെ ഗ്യാസ് ബുക്ക് ചെയ്യാം. പിന്നെ ഭാരത് ഗ്യാസിൻ്റെ കൊമേഴ്ഷ്യൽ ഗ്യാസ് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന ബ്രോഡ്ബാൻഡ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയാണ്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എയർടെൽ ബ്രോഡ്ബാൻഡ് ബില്ലടക്കാം. നെറ്റ് പ്ലസ്, ഹാത്വേ, ഏഷ്യാനെറ്റ്, അങ്ങനെ വിവിധ ബ്രോഡ്ബാൻഡ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ബ്രോഡ്ബാൻഡ് പ്രൊവൈഡർ ഇവിടെ ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ളത് പൈപ്പടി ഗ്യാസ് ബിൽ പേയ്മെൻ്റ് ആണ്. ഗെയിൽ, ഇന്ത്യൻ ഓയിൽ, പിന്നെ ഗോദാവരി ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ആസാം ഗ്യാസ് കമ്പനി ലിമിറ്റഡ്, അങ്ങനെ വിവിധ പൈപ്പടി ഗ്യാസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അപ്പോൾ പൈപ്പടി ഗ്യാസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ബില്ല് പേ ചെയ്യാം. പിന്നെ വാട്ടർ ബിൽ പേയ്മെൻറ്റ് ഉണ്ട്. കേരളത്തിൽ നിന്ന് കേരള വാട്ടർ അതോറിറ്റി ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ കൺസ്യൂമർ ID എൻ്റർ ചെയ്ത് നമുക്ക് വാട്ടർ ബില്ല് അടക്കാം. പിന്നെ ഫൈനാൻസ് എന്ന് പറഞ്ഞ കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലോൺ EMI അടക്കാം. ലോൺ EMI നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ണാട് ടു ഫിൻഗോൾഡ് ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, പിന്നെ കണ്ണാട് ടു ഫിനാൻസ് നിധി ലിമിറ്റഡ്, അങ്ങനെ 2 കമ്പനികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ എന്തെങ്കിലും ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ EMI പേ ചെയ്യാം. പിന്നെ ക്രെഡിറ്റ് കാർഡ് ബിൽ പേ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ക്രെഡിറ്റ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് SBI കാർഡ്, ബാങ്ക് ഓഫ് ബറോഡയുടെ ക്രെഡിറ്റ് കാർഡ്, കൊട്ടക് മഹീന്ദ്രയുടെ ക്രെഡിറ്റ് കാർഡ്, പിന്നെ ഫെഡറൽ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് എന്നീ 4 ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡേഴ്സിൻ്റെ ബില്ലാണ് പേ ചെയ്യാനായിട്ട് സാധിക്കുക. വൈകാതെ തന്നെ കൂടുതൽ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് ഓപ്ഷനും വരുന്നതാണ്. പിന്നെ ഇൻഷുറൻസ് പ്രീമിയം ഉണ്ട്. ഇൻഷുറൻസ് പ്രീമിയം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ SBI, ബജാജ് അലയൻസ്, പിന്നെ റോയൽ സുന്ദരം, പിന്നെ HDFC ലൈഫ് ഇൻഷുറൻസ്, അങ്ങനെ വിവിധ ഇൻഷുറൻസ് കമ്പനികളുണ്ട്. സോ ഏതെങ്കിലും ഇൻഷുറൻസ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഇൻഷുറൻസ് നിങ്ങൾക്ക് ഈ ഒരു ഗ്രോ ആപ്പ് ഉപയോഗിച്ച് തന്നെ പേ ചെയ്യാനായിട്ട് സാധിക്കും പ്രീമിയം. പിന്നെ റിക്കറിംഗ് ഡെപ്പോസിറ്റ് പേയ്മെൻ്റ് ഉണ്ട്. അത് കേരള നോക്കിക്കഴിഞ്ഞാൽ മാബൻ നിധി ലിമിറ്റഡ്, പിന്നെ മാളിയേക്കൽ ഗോൾഡ് ജ്വല്ലറി, ആലുക്കാസ് എൻ്റർപ്രൈസ്, പിന്നെ സെൻട്രൽ ജ്വല്ലറി, ശ്രീലക്ഷ്മി ജ്വല്ലറി, ജോയ് ആലുക്കാസ് ഇന്ത്യ. അപ്പോൾ അങ്ങനെ അവരുടെ എന്തെങ്കിലും RD റിലേറ്റഡ് സർവീസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് പേയ്മെൻറ്റ് ചെയ്യാനും സാധിക്കും. പിന്നെ ഉള്ളത് എൻ്റർടൈൻമെൻറ്റ് ആണ്. എൻ്റർടൈൻമെൻറ്റ് കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ DTH ബില്ലടക്കാം. DTH നോക്കിക്കഴിഞ്ഞാൽ സണ്ണുണ്ട്, ഡിഷുണ്ട്, DTH ഉണ്ട്, എയർടെൽ ഡിജിറ്റൽ TV, ടാറ്റ പേ. പിന്നെ സബ്സ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബിഗ് ബാസ്ക്കറ്റ്, QR ഫിറ്റ്, പിന്നെ ഫൂബോ ബോക്സ്, പിന്നെ ഫാബ് ബാഗ്, അങ്ങനെ കുറച്ച് സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് ഗ്രോ ആപ്പ് ഉപയോഗിച്ച് തന്നെ പേയ്മെൻറ്റ് ചെയ്യാം. പിന്നെ എൻ്റർടൈൻമെൻറ്റ് കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ ഗാന പ്ലസ്, എപ്പിക്കോൺ എന്ന 2 പ്രൊവൈഡേഴ്സാണുള്ളത്. പിന്നെ കേബിൾ TV നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് ഡിജിറ്റൽ, പിന്നെ പൂച്ചാക്കൽ കേബിൾ വിഷൻ, ന്യൂ എയർ നെറ്റ് കേബിൾ, അങ്ങനെ കേരളം റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം കേബിൾ സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. കേബിൾ TV സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് കസ്റ്റമർ ID എൻ്റർ ചെയ്ത് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതിന് താഴെയായിട്ട് ഹോം ആൻഡ് റെൻ്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ്. നമുക്ക് അപ്പാർട്ട്മെൻറ്റ് റെൻറ്റ് പേ ചെയ്യാം. പിന്നെ ക്ലബ് ആൻഡ് അസോസിയേഷൻ, കേരളത്തിൽ നിന്ന് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഉണ്ട്. അപ്പോൾ അവരുടെ പേയ്മെൻറ്റ് ചെയ്യാം. പിന്നെ മുനിസിപ്പൽ സർവീസസ് റിലേറ്റഡ് പേയ്മെൻറ്റ് ചെയ്യാം. പിന്നെ ഹൗസിംഗ് സൊസൈറ്റി പേയ്മെൻറ്റ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കേരള നോക്കിക്കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് ന്യൂ കൊച്ചിൻ റെസിഡൻറ്റ് അസോസിയേഷൻ, പിന്നെ വീഗാലാൻഡ് ബ്ലിസ് അപ്പാർട്ട്മെൻറ്റ് ഓണേഴ്സ് അസോസിയേഷൻ, അങ്ങനെ കുറച്ച് ഹൗസിംഗ് സൊസൈറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ അവരുടെ പേയ്മെൻറ്റ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും.
പിന്നെ റെൻ്റൽ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ PCN മാൻ പവർ സൊല്യൂഷൻസ്, BR വാലറ്റ് സർവീസ്, അങ്ങനെ കുറച്ച് പ്രൊവൈഡേഴ്സ് ഉണ്ട്, റെൻ്റൽ പ്രൊവൈഡേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ എന്തെങ്കിലും സർവീസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് ചെയ്യാം. പിന്നെ അതർ കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എഡ്യൂക്കേഷൻ പേയ്മെൻറ്റ്, പിന്നെ ഹോസ്പിറ്റൽ പേയ്മെൻറ്റ്, ട്രാവൽ സബ് പേയ്മെൻറ്റും നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് തന്നെ ചെയ്യാം. അപ്പോൾ അങ്ങനെ വിവിധ റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് പ്രധാനമായിട്ടും ഈ ഒരു ഗ്രോ ആപ്പിലുള്ളത്. അവരതാണ് കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നതും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ചെറിയ ചെറിയ ക്യാഷ് ബാക്ക് ഒക്കെ ഓഫർ ചെയ്യുന്നതും ഈ ഒരു റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴാണ്. പിന്നെ താഴെയായിട്ട് നമുക്ക് UPI ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ മൈ ട്രാൻസാക്ഷൻ ആണ്, നമ്മൾ നടത്തിയ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കാണാം. പിന്നെ സെൽഫ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്, നമ്മൾ മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതാണ് സെൽഫ് ട്രാൻസ്ഫർ. പിന്നെ ബാങ്ക് ട്രാൻസ്ഫർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ IFSCയും എൻ്റർ ചെയ്ത് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ മോർ UPI ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് റുപേ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ റുപേ ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്യാം. റുപേ ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്ത് നമുക്ക് UPI പേയ്മെൻറ്റ് ചെയ്യാനുള്ള സംവിധാനവും ഇപ്പോൾ ഈ ഒരു ഗ്രോ പേയിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് UPI ID മാനേജ് ചെയ്യാം. പിന്നെ മൈ QR കോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ QR കോഡ് കിട്ടും, അത് മറ്റൊരാൾക്ക് അയച്ചു കൊടുത്ത് നമുക്ക് പേയ്മെൻറ്റ് വാങ്ങാം. പിന്നെ UPI നമ്പർ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ UPI ഓട്ടോ പേ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ മാനേജ് ചെയ്യാം. പിന്നെ ട്രാൻസാക്ഷൻ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും നമുക്ക് ഇവിടെ ലഭ്യമാണ്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. നിങ്ങൾ ഗ്രോ ആപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി